body in the universe attract every other body with a force. എന്താണ്? Every body in the universe attract every other body with a force. യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡികളും എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു ബോഡിയെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്തുപയോഗിച്ചിട്ട്? വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞത്? എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് a force which is directly proportional to product of their masses and inversely proportional to square of distance between them. അവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അത് അവരുടെ മാസുകളുടെ പ്രൊഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. എന്നിട്ട് എഫ് ഇസ് ഈക്വൽ ടു, നമ്മൾ അവിടെ ഒരു ഈക്വൽ ടു ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം അല്ലെ. ആ കോൺസ്റ്റന്റ് ആണ് ജി. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇതിൽ ജി എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഇതിന് യൂണിറ്റ് ഓർത്ത് വെക്കണം കേട്ടോ. 6.67 into 10 raised to minus 11 Newton meter square per kilogram square ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ G(m1m2) ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലെ. ഇതിനെ വെക്ടർ ഫോം ഒക്കെ നമുക്ക് പറയണം. അതിന് മുമ്പായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഒരു വീക്ക് ഫോഴ്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണെന്ന് പറയുന്നത്? നോക്കണം, നോക്കടോ. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്. നോക്കടാ, മാസുകളുടെ പ്രൊഡക്റ്റ് കൂടുതലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും അല്ലെ. എന്ന് വെച്ചാല് നല്ല മാസുള്ള രണ്ടാൾക്കാരാണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. കാരണം മാസുകളുടെ പ്രൊഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ. അപ്പൊ മാസുകളുടെ പ്രൊഡക്റ്റ് എങ്ങാനും കൂടിക്കഴിഞ്ഞാല് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. അതേമാതിരി ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. എന്നാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് ഫോഴ്സ് ആണ്. എന്താ പറഞ്ഞത്? മാസുകളുടെ പ്രൊഡക്റ്റ് വലിയൊരു നമ്പർ ആണ്, ഡിസ്റ്റൻസ് ചെറിയൊരു നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വലിയൊരു നമ്പർ ആയിരിക്കും. കാരണം മാസുകളുടെ പ്രൊഡക്റ്റ് കൂടുതലാണ്, ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വലുതാകാൻ ചാൻസ് ഉണ്ട്. ബട്ട് എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആയിരിക്കും. എന്തുകൊണ്ടറിയോ എടാ, m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഈ പാരാമീറ്റർ ഇവിടെ വലിയൊരു വാല്യൂ ആയാൽ പോലും അതിന്റെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ജി ആണ്. ആ ജിന്റെ വാല്യൂ എന്താ നോക്കുക? 6.67 into 10 raised to minus 11 ആണ്. അത് വളരെ ചെറിയൊരു നമ്പർ ആണ് അല്ലെ. അപ്പൊ m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എത്ര വലിയ നമ്പർ ആയിട്ടും കാര്യമില്ല, അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 6.67 into 10 raised to minus 11 എന്ന് പറയുന്ന ചെറിയ നമ്പർ ആണ് അല്ലെ. അപ്പൊ വലിയൊരു നമ്പർ എടുത്തിട്ട് ചെറിയൊരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് വീണ്ടും ചെറുതാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു വീക്ക് ഫോഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുകൊണ്ടാണ് ഒരു വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കോ കമന്റില്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലൈക്ക് ഇടുക. ഒന്നും കൂടെ പറയുന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ കാണാൻ പറ്റും. കമന്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. വൺസ് അഗെയിൻ. ഓക്കെ, ശ്രദ്ധിക്കാം. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണെന്ന് പറഞ്ഞത്. അത് നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നോക്കിക്കോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വലുതാകാൻ ചാൻസ് ഉണ്ട് എപ്പോ? m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ വലുതാണെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കടാ, ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാല് മാസുകൾ കൂടുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കുറയാണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും അല്ലെ. മാസുകൾ കൂടുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കുറഞ്ഞാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. അങ്ങനെയാണെങ്കിൽ ഞാൻ m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ചെയ്തപ്പോ എനിക്ക് വലിയൊരു നമ്പർ കിട്ടി.
M1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ചെയ്ത സമയത്ത് എനിക്ക് വലിയൊരു നമ്പർ കിട്ടി, എന്നാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് ആയിരിക്കും. എന്താ കാരണം? അതിന്റെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ജി ഉണ്ടല്ലോ, ആ ജീന്റെ വാല്യൂ വളരെ ചെറുതാണ്. കാരണം നോക്കിയാ 6.67 into 10⁻11 ആണ് അതിന്റെ വാല്യൂ അല്ലെ. അതിന്റെ വാല്യൂ വളരെ 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 ചെറിയൊരു വാല്യൂ ആണ്. അപ്പോ M1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു നമ്പർ കിട്ടിയാലും ഞാൻ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ജീന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോ വലിയൊരു നമ്പറിനെ നമ്മൾ ചെറിയൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ ചെറുതാകാണ് ചെയ്യാം. അതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു വീക്ക് ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇമോജി ഇടണം. കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടണം. എങ്കിൽ മറ്റേ കണ്ണിന് ഇതുണ്ടാവില്ല. മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആവശ്യമില്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ. എടാ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തുകൊണ്ടാണ് വീക്ക് ആയത് എന്നുള്ളത് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇമോജി പെട്ടെന്ന് ഇടണം, പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അടുത്ത പ്രോപ്പർട്ടി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയ ആണ്. ആണോ? നമ്മൾ +2 ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കേസ് 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലെ. 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സത്യം പറഞ്ഞത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. നോക്കിയാ, ഇവിടെ മാസുകളുടെ പ്രൊഡക്റ്റ്, അതിന് പകരം ഇവിടെ ചാർജുകളുടെ പ്രൊഡക്റ്റ് അല്ലെ. ഇവിടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഇവിടെയും ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇവിടുത്തെ കോൺസ്റ്റന്റ് ജി ആണ്, ഇവിടുത്തെ കോൺസ്റ്റന്റ് 1/4πε0 ആണ്. അത് രണ്ടുള്ളത് തമ്മിൽ വ്യത്യാസം അല്ലെ. ഇവിടുത്തെ കോൺസ്റ്റന്റ് ജി ആണ്, ഇവിടുത്തെ കോൺസ്റ്റന്റ് 1/4πε0 ആണ്. നോക്കടാ, ഇവിടുത്തെ കോൺസ്റ്റന്റ് ജി എന്ന് പറഞ്ഞാൽ ഇതിനെ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഇക്വേഷനിൽ എവിടെയും മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം ഇല്ല. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആണ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ്? ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ഡിസ്റ്റൻസിലും എത്ര വലിയ ഡിസ്റ്റൻസിലും എന്തുണ്ടാകാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകാം അല്ലെ. അടുത്തടുത്തിരിക്കുന്ന രണ്ട് മാസുകൾ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് പോലെ തന്നെ എർത്തും മൂണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലെ. എർത്തും മൂണും തമ്മിൽ എത്രയോ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, എന്നാൽ അവിടെ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എത്ര ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിലും എത്ര വലിയ ഡിസ്റ്റൻസ് ആണെങ്കിലും അവിടെ എന്തുണ്ടാകും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ. അടുത്ത പോയിന്റ് നേരെ ശ്രദ്ധിച്ചോടാ. എടാ, ഇവിടെ ഒരു മാസ് ഉണ്ട് M1 എന്ന് പറയുന്ന മാസ്, ഇവിടെ ഒരു മാസ് ഉണ്ട് M2 എന്ന് പറയുന്ന മാസ്. ആ രണ്ട് മാസുകൾക്ക് അടുത്തുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ Gm1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലെ. Gm1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഇവിടെ വേറൊരു മാസ് ഉണ്ട് എന്ന് എഴുതുക, M3. ഇവിടെ വേറൊരു മാസ് ഉണ്ട് M4 എന്ന് എഴുതുക. ഇവിടെ M3 ഉണ്ടെങ്കിലും ഇവിടെ M4 ഉണ്ടെങ്കിലും ഈ രണ്ട് മാസുകൾക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇപ്പോൾ തന്നെ അല്ലേ? F is equal to Gm1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലെ. ഇവിടെ M3 ഉണ്ടെങ്കിലും ഇവിടെ M3 ഇല്ലെങ്കിലും ഈ രണ്ട് മാസുകൾക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എപ്പോഴും തന്നെയാണ് F is equal to Gm1 M2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. എന്ന് വെച്ചാൽ ഇതിന്റെ പോയിന്റ് ഇതാണ്, ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ മാസസ്. എന്താ പറഞ്ഞത്? ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ മാസസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ്. അതായത് രണ്ട് മാസുകൾക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റു മാസുകളുടെ പ്രസൻസിനെയോ ആബ്സെൻസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞത്? രണ്ട് മാസുകൾക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റു മാസുകളുടെ പ്രസൻസിനെയോ ആബ്സെൻസിനെയോ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കീം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ മാസസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പ്രോപ്പർട്ടീസ് പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്, അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും എപ്പോഴും. രണ്ടാമത്തത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണ്. അടുത്തത്, ഗ്രാവിറ്റേഷണൽ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അടുത്ത പ്രോപ്പർട്ടി ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ മാസസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസിന് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കോ കമന്റ് ബോക്സിൽ. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കോ. ഏതെങ്കിലും പ്രോപ്പർട്ടി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ആകെ രണ്ടാൾക്ക് ലൈക്ക് കമന്റ് മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, മൂന്നാൾക്ക് മനസ്സിലായിട്ടുള്ളടാ. ഓക്കെ, ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ വെക്റ്റർ ഫോർമാറ്റിലോട്ട് മാറ്റാൻ പോകാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടി ഒന്നുകൂടെ പറയുന്നതാണ്. ഓക്കെ 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 ഓക്കെ, ശ്രദ്ധിച്ചോ. എടാ, ഇവിടെ M1 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്, ഇവിടെ M2 എന്ന് പറഞ്ഞിട്ടൊരു മാസ് ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is equal to G M1 M2 ഡിവൈഡഡ് ബൈ R² ആണ് അല്ലെ. ഇനി ഇവിടെ M3 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്, ഇവിടെ M4 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്. ഞാൻ ഒരാളെയും കൂടി വരച്ചു. ഇവിടെ M5 എന്ന് പറഞ്ഞിട്ടൊരു മാസ് ഉണ്ട്. എടാ, ഇവിടെ M5 ഉണ്ടെങ്കിലും ഇവിടെ M3 ഉണ്ടെങ്കിലും ഇവിടെ M4 ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം വരച്ച രണ്ടാളുകൾക്ക് അടക്കമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇപ്പോഴും തന്നെയല്ലേ? F is equal to G M1 M2 divided by R². എടാ, ഇവിടെ M3 ഉണ്ടെങ്കിലും ഇവിടെ M5 ഉണ്ടെങ്കിലും ഇവിടെ M4 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ രണ്ടാളുകൾക്ക് അടക്കമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് തന്നെയാണ്? F is equal to G M1 M2 divided by R² ആണ്. ദാറ്റ് മീൻസ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ മാസസ് രണ്ട് മാസുകൾക്ക് അടക്കമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യൂല. എന്താ പറഞ്ഞത്? മറ്റു മാസുകളുടെ പ്രസൻസോ മറ്റു മാസുകളുടെ ആബ്സെൻസോ ഈ രണ്ട് മാസുകൾക്ക് അടക്കമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അഫക്ട് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സൗരവിന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ് അല്ലെ. ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ മാസസ് എന്ത് ചെയ്യുന്നില്ലടാ? മറ്റു മാസുകളുടെ പ്രസൻസോ ആബ്സെൻസോ എന്ത് ചെയ്യുന്നില്ല? രണ്ട് മാസുകൾക്ക് അടക്കമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ വെക്റ്റർ ഫോർമാറ്റിലോട്ട് എഴുതാൻ പോകും കേട്ടോ. വെക്റ്റർ ഫോർമാറ്റിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ട് ടേംസ് ഡിഫൈൻ ചെയ്യണം. ഒന്ന് F12. F12 എന്ന് പറഞ്ഞാല് ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് മാസ്. ഫോഴ്സ് okay, force acting on first mass ആര് കാരണം? due to second mass. Okay, F12 എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ മാസിന് കിട്ടുന്ന ഫോഴ്സ്. ആര് കാരണം കിട്ടുന്ന ഫോഴ്സ്? രണ്ടാമത്തെ മാസ് കാരണം കിട്ടുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ F21 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F21 എന്ന് പറഞ്ഞാല് ഫോഴ്സ് ആക്ടിങ് ഓൺ okay, force acting on second mass ആര് കാരണം? due to first mass. ഓക്കെടാ. ഓക്കെ, F12 എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ മാസിന് കിട്ടുന്ന ഫോഴ്സ്. F12 എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ മാസിന് കിട്ടുന്ന ഫോഴ്സ്. ആര് കാരണം കിട്ടുന്ന ഫോഴ്സ്? രണ്ടാമത്തെ മാസ് കാരണം കിട്ടുന്ന ഫോഴ്സ്. F21 എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ മാസിന് കിട്ടുന്ന ഫോഴ്സ്. ആര് കാരണം? ഒന്നാമത്തെ മാസ് കാരണം അല്ലെ. നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മാസിന് കിട്ടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ലേ ഉണ്ടാവുക. കാരണം ഈ രണ്ടാമത്തെ മാസ് പിടിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യല്ലേ ചെയ്യാം അല്ലെ. അപ്പൊ F12ന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് ഉണ്ടാവുക. അല്ലെ. അതേമാതിരി രണ്ടാമത്തെ മാസിന് കിട്ടുന്ന ഫോഴ്സ് ആണ് F21. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക. കാരണം ഈ ഒന്നാമത്തെ മാസ് രണ്ടാമത്തെ മാസിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുക. അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ F21ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് ഉണ്ടാവുക. അല്ലെ. ഇനി F12 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? G M1 M2 divided by R² അല്ലെ. F21 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? G M1 M2 divided by R². ദാറ്റ് മീൻസ് F12ന്റെ മാഗ്നിറ്റ്യൂഡും F21ന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. എന്താണ്? സെയിം ആണ്. ബട്ട് ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് F12 is equal to minus of F21 എന്ന് എഴുതാൻ പറ്റും. F12 is equal to മൈക്ക് മ്യൂട്ട് ചെയ്യണം.
ഐക്യം മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും F12 is equal to minus of F21. ഈ ഫോഴ്സുകളോടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈ ഫോഴ്സുകളോട് എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം ഇത് ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അല്ലെ. ഈ ഫോഴ്സുകളോട് എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് ഇത് ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അല്ലെ. F12 അങ്ങോട്ടായിരിക്കും, F21 ഇങ്ങോട്ടായിരിക്കും. ഫോഴ്സുകളോടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, അതുകൊണ്ട് ഇത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട് പറയാം? ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസിലോട്ട് ഈ ചെറിയ സമയത്തിനകത്ത് പോകണം കേട്ടോ. ഓക്കെ, നമ്മൾ തിയറി കൂടുതൽ പഠിക്കുന്നതിനേക്കാൾ ക്വസ്റ്റ്യൻസിലോട്ട് ഫോക്കസ് ചെയ്യലാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാണ് കേട്ടോ. നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാണ്. ഓക്കെ, ആദ്യം ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതല്ല, ഓക്കെ യെസ്, ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 3 uniform spheres of mass m and radius r are kept in such a way that it touches each other too. അതായത് 3 സ്ഫിയറുകൾ ഉണ്ട്, ഓരോന്നിന്റെയും മാസ് m ആണ്, ഓരോന്നിന്റെയും റേഡിയസ് r ആണ്. അത് പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മറ്റു രണ്ടെണ്ണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എനി ഓഫ് ദി സ്ഫിയർ ഈസ് ഡ്യൂ ടു അതർ ടു ഈസ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു സ്ഫിയറിന് കിട്ടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 3 സ്ഫിയറുകൾ ഉണ്ട്, അത് പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്ഫിയറിന് കിട്ടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളൊന്ന് ഫിഗർ ആക്കി വരച്ചു നോക്കുക അല്ലെ. അവിടെ 3 സ്ഫിയറുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്. 3 സ്ഫിയറുകൾ, ഇതാ ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട് എഴുതിക്കോ, അതിനെ ടച്ച് ചെയ്തുകൊണ്ട് വേറെ സ്ഫിയർ, ഇതിനെ രണ്ടിനെയും ടച്ച് ചെയ്തുകൊണ്ട് വേറെ സ്ഫിയർ അല്ലെ. ഇതാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞത് 3 സ്ഫിയറുകൾ ഉണ്ട് എന്ന് അല്ലെ. ഓരോന്നിന്റെയും മാസ് m ആണ്, ഓരോന്നിന്റെയും റേഡിയസ് r ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വരക്കാം, എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരക്കാം അല്ലെ. ഇങ്ങനെ കണക്ട് ചെയ്ത് വരക്കാം. ഓരോന്നിന്റെ റേഡിയസ് r ആണ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടൊക്കെ റേഡിയസുകൾ എന്തുണ്ടാവുക? r ആണ് ഉണ്ടാവുക. റേഡിയസ് ഒക്കെ എന്താണ്? r ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു മാസിനുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മാസിനുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഞാൻ ഇതിൽ ഓരോ സ്ഫിയറിന് ഓരോ പേരുകളുണ്ട് കേട്ടോ. ഇത് 1ാമത്തെ സ്ഫിയർ, ഇത് 2ാമത്തെ സ്ഫിയർ, ഇത് 3ാമത്തെ സ്ഫിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 1ാമത്തെ സ്ഫിയറിന് കിട്ടുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി, ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ 1ാമത്തെ സ്ഫിയറിന് കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ നോക്കടാ, 1ാമത്തെ സ്ഫിയറിന് 2ാമത്തെ സ്ഫിയർ കാരണം അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ, എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. അതേമാതിരി 3ാമത്തെ സ്ഫിയർ കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാകും, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെ. എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, അതേമാതിരി ഇങ്ങോട്ടൊരു ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിയടാ, ഇതില് ഈ ട്രയാങ്കിൾ, ഞാൻ ആ ബ്ലൂ കളറിൽ വെച്ചുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 2r അല്ലേ, ഒരു സൈഡ് എന്താ? 2r. അപ്പൊ ഇവിടെ ഉള്ളത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ. 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഈ 2 ഫോഴ്സുകൾ കിടക്കുള്ള ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 2 ഫോഴ്സുകൾ കിടക്കുള്ള ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഇവിടെ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഫിയറിന് കിട്ടുന്ന 2 ഫോഴ്സ് ഏതൊക്കെയാ? ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, 2 ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടാ പോരടാ. ആ സ്ഫിയറിന് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് കാണണം അല്ലെ. എടാ, ഒരു വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ടുണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ടുണ്ട്. ആ 2 വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, √(a² + b² + 2ab cos theta, a² + b² + 2ab cos theta. ആ ഫോർമുല അപ്ലൈ ചെയ്യാം, ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ എ ബിക്ക് പകരം 2 ഫോഴ്സുകളാണുള്ളത് അല്ലെ. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ ഇടാം? f², ഓക്കെ, f² + 2ab, എ ബിക്ക് പകരം എഫ് cos theta, തീറ്റ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി ആണ്. തീറ്റ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി. is equal to √(f² + f² എന്ത് ചെയ്താലും 2f² എന്ന് എഴുതാൻ പറ്റും, പ്ലസ് 2 into f into f എന്ത് എഴുതാം? f² എന്ന് എഴുതാം. cos 60 എന്ന് പറഞ്ഞാൽ 1/2. cos 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. അപ്പൊ ഇവിടുന്ന് ഈ 2 ഇവിടുന്ന് ഈ 2 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ 2 ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ അവിടെ? √(2f²)
2f² പ്ലസ് f². 2f² പ്ലസ് f² എന്ന് പറഞ്ഞാല് √3f² ആവും അല്ലെ? 3f² ആവും. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ടിനുള്ളിൽ സ്ക്വയർ വന്നുകൊണ്ട് എഫ് പുറത്ത് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ √3 × f. അപ്പൊ എന്താ വരിക? √3 × f അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത്? √3 × f. ഓക്കെ, എന്താ √3/2. cos 60 വാല്യൂ എത്ര? cos 60 എന്താ √3/2 എന്ന് പറഞ്ഞാടാ? 1 മിനിറ്റ്. ജസ്റ്റ് ഒരു മിനിറ്റ് ഇടാം. ഓക്കെ, യെസ്, ഓക്കെ പറയൂ. എടാ cos 60 വാല്യൂ എന്താ? cos 60 വാല്യൂ എന്താ? cos 60 വാല്യൂ എന്താണ്? കമന്റ് ചെയ്തേ. cos 60 വാല്യൂ എന്താ? cos 60 1/2 അല്ലേ? 1/2 ആണ്. ആരാ √3/2 എന്ന് പറയുന്നത്? cos 60 വാല്യൂ 1/2 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ? ചെയ്തത് കറക്റ്റ് അല്ലേ? ചെയ്തത് കറക്റ്റ് അല്ലേ? മിസ്റ്റേക്ക് ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ല, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് അല്ലെ? cos 60 വാല്യൂ 1/2 ആണ്. അപ്പൊ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്താല് √3 അല്ലെ? 2f² f² കൂട്ടിക്കഴിഞ്ഞാല് 2f² f² കൂട്ടിക്കഴിഞ്ഞാൽ √3f² വരും. റൂട്ടിന്റെ ഉള്ളിൽ എഫിന് സ്ക്വയർ ഉണ്ടായതുകൊണ്ട് ആ എഫ് റൂട്ടിന്റെ പുറത്ത് എഴുതാൻ പറ്റും അല്ലെ? ഇനി ഞാൻ എഫ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. എഫ് കണ്ടുപിടിക്കാൻ പോവാണ്. എടാ നോക്കിക്കോ, എഫ് എന്ന് പറഞ്ഞാല് ഈ രണ്ട് മാസുകൾക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് മാസുകൾക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് കണ്ടുപിടിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F is equal to G. അവിടെ രണ്ട് മാസ്, ഇത് സ്ഫിയറിന്റെ മാസ് m ആണ്, ഈ സ്ഫിയറിന്റെ മാസ് m ആണ്. അപ്പോ m എന്ന് വരും അല്ലെ? അപ്പൊ m² എഴുതാൻ പറ്റും. G(m)m/r². ഇതിനടക്കുള്ള ഡിസ്റ്റൻസ് എന്താ? ഇവിടെ ഒരു റേഡിയസ് ഉണ്ടാകും, ഇവിടെ ഒരു റേഡിയസ് ഉണ്ടാകും. അപ്പൊ ഡിസ്റ്റൻസ് എന്താ? 2r². ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എടാ നമുക്ക് ഇക്വേഷൻ കിട്ടി √3f ആണ്. ഇനി എഫ് കണ്ടുപിടിക്കണം. എഫ് എന്ന് പറഞ്ഞാല് രണ്ട് സ്ഫിയറിന് നടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? Gmm/r². അപ്പൊ രണ്ട് മാസം സെയിം ആയതുകൊണ്ട് Gm × m വരും. അതിന് ഞാൻ m² എഴുതി. ഡിവൈഡഡ് ബൈ അതിനടക്കുള്ള ഡിസ്റ്റൻസ് 2r അല്ലേ? അവിടെ രണ്ട് സ്ഫിയറിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്താ? 2r ആണ്. അപ്പൊ എന്ത് വരിക? F = Gm² ഡിവൈഡഡ് ബൈ 4r² എന്ന് വരും. F = Gm² ഡിവൈഡഡ് ബൈ 4r² എന്ന് വരും. നമുക്ക് കിട്ടിയ ആ എഫ് ഉണ്ടല്ലോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആൻസർ എന്താ? √3 × Gm² ഡിവൈഡഡ് ബൈ 4r². ഇതായിരിക്കും നമ്മൾ ആൻസർ വരിക. √3/4 × Gm² ഡിവൈഡഡ് ബൈ 4r². അപ്പൊ ഏതാ ഓപ്ഷൻ നോക്കിയാ? ഏതാ ഓപ്ഷൻ? √3/4 × Gm² ഡിവൈഡ് ബൈ r². അപ്പൊ ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ, √3/4 × Gm² ഡിവൈഡ് ബൈ r². ക്ലിയർ ആയവരൊക്കെ ഒന്ന് ഫയർ ഇമോജി ഇട്ടടാ. ക്ലിയർ ആയവരൊക്കെ ഒന്ന് ഫയർ ഇമോജി ഇട്ടേ. ക്ലിയർ ആയവരൊക്കെ ഒന്ന് ഫയർ ഇമോജി ഇടുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ബാക്കി മൂന്നാക്കേ ക്ലിയർ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യണം. ആൻസർ കമന്റ് ചെയ്യണം. 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്വന്തമായിട്ട് ആൻസർ കമന്റ് ചെയ്യണം. 2 spheres of masses small m and capital M are situated in air. ആദ്യം മുതൽ നിൽക്കുന്നത് എയറിലാണ്. ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് m. എയറിൽ നിൽക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ആണ്. F എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? F ആണ്. The space around the mass is now filled with a liquid of specific gravity 3. ഇപ്പൊ എന്തെന്ന് അറിയോ? ആ സ്പേസ് മുഴുവൻ സ്പെസിഫിക് ഗ്രാവിറ്റി 3 ഉള്ള ഒരു മീഡിയം ഫില്ല് ചെയ്തു, ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? കമന്റ് ആൻസർ ചെയ്യൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യൂ. എയറിൽ നിൽക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 3 ഉള്ള ഒരു മീഡിയം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? യെസ്,
ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, എഫ്. എടാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. നമ്മൾ പറഞ്ഞു വെച്ച പോയിന്റ് അല്ലേ? നമ്മൾ പറഞ്ഞു വെച്ച പോയിന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവിടെയുള്ള ഫോഴ്സ് ഇപ്പോഴും തന്നെ ആയിരിക്കും, എഫ് എൻ ആയിരിക്കും. അവിടെയുള്ള ഫോഴ്സ് ഇപ്പോഴും തന്നെ ആയിരിക്കും, എഫ് എൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. സ്പെസിഫിക് ഗ്രാവിറ്റി മീൻസ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് കാണുമ്പോൾ നമ്മൾ ബേജാറാകരുത്. അവിടെ ഏത് മീഡിയം കൊടുന്ന് വെച്ചിട്ടും കാര്യമില്ല. ഏത് മീഡിയം വെച്ചാലും മീഡിയത്തിന് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി കമന്റ് ചെയ്തേ. പെട്ടെന്ന് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇമോജീസ് ഇടാൻ പറയുന്നത് കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്ന. ഓക്കെ, എടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയണം എന്താ വെച്ചാല് 2 മാസുകൾ എയറിൽ നിൽക്കുകയാണ്. 2 മാസുകൾ എയറിൽ നിൽക്കുന്ന സമയത്ത് ഓൽക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. എയറിൽ നിൽക്കുന്ന സമയത്ത് ഓൽക്കടക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ആണ്. ഇനി ഈ എയർ മാറ്റിയിട്ട് ഇവിടെ ലിക്വിഡ് ഫില്ല് ചെയ്തു. ലിക്വിഡ് ഫില്ല് ചെയ്താൽ പുതിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? എടാ അപ്പോഴും എഫ് എൻ ആയിരിക്കും. അപ്പോൾ എഫ് എൻ ആയിരിക്കും. ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞ സമയത്ത് ഒരു പ്രോപ്പർട്ടി ആയിരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ മാറ്റം ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ആദിത്യ ശിവ ക്ലിയർ ആയോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഫോഴ്സ് എപ്പോഴും തന്നെ വന്നത്, എഫ് എൻ വന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത ടോപ്പിക് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ശ്രദ്ധിക്കാം. ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ആ ബോഡി മൂവ് ചെയ്യാൻ ഒരേ ഒരു കാരണം ഗ്രാവിറ്റേഷൻ ആണെങ്കിൽ ആ സമയത്ത് ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താ പറഞ്ഞത്? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ഒരേ ഒരു റീസൺ ഗ്രാവിറ്റേഷൻ ആണെങ്കിൽ ആ സമയത്ത് ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആക്സിലറേഷനെ വിളിക്കേണ്ട പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പൊ അവിടെ നോക്കിക്കോടോ, ഇത് എർത്ത് ആണ്. എർത്തിന്റെ സർഫസിന് ഇത്രയും ഡിസ്റ്റൻസ്, 6 ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്ട് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, ഈ ബോഡിന്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ GMM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. F is equal to GMM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇത് നോക്കിക്കോ, F is equal to MA ആണ് അല്ലെ. F is equal to എന്താണ്? MA. അപ്പൊ MA equal to GMM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. MA equal to GMM ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. എടാ ഇവിടെയുള്ള ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ എനെ മാറ്റിയിട്ട് ഞാൻ അവിടെ എന്താക്കി? G ആക്കി ട്ടോ. എന്നിട്ട് ഇവിടുന്ന് രമ്മും ക്യാൻസൽ ചെയ്താൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is equal to GM divided by R square എന്ന് പറഞ്ഞു. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി is equal to GM divided by R square. ഇനി ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത് എർത്തിന്റെ സർഫസിലാണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് റേഡിയസ് അല്ലേ അല്ലെ. ഒബ്ജക്റ്റ് നിൽക്കുന്നത് എർത്തിന്റെ സർഫസിലാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ആയിട്ട് എനിക്ക് എന്തെടുക്കാം? റേഡിയസ് ഓഫ് എർത്ത് എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്മോൾ ആറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ അവിടെ എന്താക്കും? ക്യാപിറ്റൽ ആർ ആക്കി മാറ്റും. അതായത് റേഡിയസ് ഓഫ് എർത്ത് ആക്കി മാറ്റും. അപ്ലിക്കേഷൻ എങ്ങനെ വരും? G is equal to GM divided by R square. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറ്റ് ദി സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പൊ നോക്കിയാ ഇതില് ഈ M എന്ന് പറഞ്ഞാൽ എർത്തിന്റെ മാസാ. M എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ മാസ. R എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിന്റെ റേഡിയസാ. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജക്റ്റിന്റെ മാസിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി എർത്ത് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത്. മാസ് ഓഫ് എർത്തിനെയും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് എർത്തിനെയും മാത്രമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 9.80 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അറ്റ് ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ ഇതിന്റെ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 9.80 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ള മനസ്സിലാക്കുക. ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എർത്തിന്റെ
മാസിനെയും എർത്തിന്റെ റേഡിയസിനെയാണ്. അതൊക്കെ ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. എവിടെ? എർത്തിന്റെ സർഫസിൽ. എന്നാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പല കാരണങ്ങളാൽ വേരി ചെയ്തുകൊണ്ടിരിക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പല കാരണങ്ങളാൽ വേരി ചെയ്തുകൊണ്ടിരിക്കാം. ആ കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യാം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത്. ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത്. എർത്തിന്റെ ഷേപ്പ് കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഡ്യൂ ടു ദി ഷേപ്പ് ഓഫ് എർത്ത്. എർത്തിന്റെ ഷേപ്പ് കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. കാരണം എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ് അല്ല. എർത്ത് ഒരു ജിയോയിഡിക്കൽ ഷേപ്പ് ഉണ്ടാവുക. എർത്ത് കറക്റ്റ് എന്തല്ല, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് അല്ല നമ്മൾ എർത്ത് എന്ന് പറഞ്ഞാല്. എർത്ത് എന്ന് പറഞ്ഞാല് നമ്മളൊരു ബലൂൺ വാങ്ങിയിട്ടേ ആ ബലൂണിന്റെ മേലും തായും പിടിച്ച് ഇങ്ങനെ താഴേക്ക് നെക്കി കഴിഞ്ഞാൽ ഒരു ഷേപ്പ് കിട്ടൂലേ, ആ ഒരു ഷേപ്പാണ് നമ്മൾ എർത്തിന് ഉണ്ടാവുക കേട്ടോ. കറക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എർത്തിന്റെ സെന്റർ ആണ്. ഈ പോയിന്റിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കുക അല്ലെ. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വേറ്റർ. ഈ പോയിന്റ് ആണ് ഇക്വേറ്റർ അല്ലെ. ഈ പോയിന്റ് ആണ് പോള്. ഈ പോയിന്റ് ആണ് പോള് അല്ലെ. നോക്കിക്കോ, ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് ആണ് RE, പോളിലോട്ടുള്ള റേഡിയസ് ആണ് RP. ഇപ്പൊ നോക്കിയടാ, എർത്ത് കറക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ് അല്ലാത്തത് കൊണ്ട് ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് വലുതാണ്. ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് വലുതാണ്, പോളിലോട്ടുള്ള റേഡിയസ് കുറവാണ്. പോളിലോട്ടുള്ള റേഡിയസ് എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല് Gm divided by R square ആണ്. That means G is inversely proportional to R square ആണ്. G is inversely proportional to R square ആണ്. എന്ന് വെച്ചാല് റേഡിയസ് കൂടുതലുള്ള സ്ഥലത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. റേഡിയസ് കുറവുള്ള സ്ഥലത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. അപ്പൊ നോക്കടാ, ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ആരേക്കാൾ? പോളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയേക്കാൾ കുറവായിരിക്കും. ക്ലിയർ ആണോ? റേഡിയസ് കൂടുതലുള്ള സ്ഥലത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. അപ്പൊ ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് കൂടുതലാ. ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ് കൂടുതലായതുകൊണ്ട് അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. പോളിലോട്ട് റേഡിയസ് കുറവാണ്. അപ്പൊ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ 9.8 ഉണ്ടല്ലോ, അതൊരു ടിപ്പിക്കൽ വാല്യൂ മാത്രമാണ്. അതൊരു ആവറേജ് വാല്യൂ മാത്രമാണ് അല്ലെ. പോളിലോട്ട് പോകുമ്പോൾ ആ 9.8നേക്കാൾ ഒരു അല്പം കൂടുതലായിരിക്കും. ഇക്വേറ്ററിലോട്ട് വരുമ്പോൾ ആ 9.8നേക്കാൾ ഒരു അല്പം കുറവായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ. പോളിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേറ്റർ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് മനസ്സിലായി. ഷേപ്പ് കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹൈറ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് എർത്താണ്. സോറി. ഓക്കെ, ഇത് എർത്താണ്. ഓക്കെ, എർത്തിന്റെ റേഡിയസ് 6 ആണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് H ഹൈറ്റിലാണ് ഒരു ഒബ്ജക്ട് നിൽക്കുന്നത്. എർത്തിന്റെ സർഫസിൽ നിന്ന് H ഹൈറ്റിലാണ് ഒരു ഒബ്ജക്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്ന് ആ ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ എത്രയാണ്? R+H ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ H ഹൈറ്റിലുള്ള അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് GH is equal to Gm divided by, എടാ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? R+H കൊടുക്കണം. കാരണം ഒബ്ജക്ട് ഇപ്പൊ നിൽക്കുന്നത് H ഹൈറ്റിലാണ്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ്? GH is equal to Gm divided by R+H. ഈ ഇക്വേഷൻ നമ്മൾ വേറൊരു ഫോർമാറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാല് GH is equal to, ആ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. GH is equal to G divided by 1 plus H by R whole square എന്ന് എഴുതാൻ പറ്റും. G divided by 1 plus H by R whole square. ഇതില് G എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ G എന്താണ്? എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. ഓക്കെ, എടാ ഓഡിബിൾ അല്ലേ? ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളെ കമന്റ് കാണാൻ പറ്റില്ല. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കി പറയണം. ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പോ H ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് GH is equal to
GH is equal to G divided by 1 plus H by R whole square ആണ്. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. H ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ. പക്ഷേ നമ്മൾ +1 പഠിച്ചത് ഇക്വേഷൻ ഇതല്ലല്ലോ. നമ്മൾ +1 പഠിച്ച ഇക്വേഷൻ ഏതായിരുന്നല്ലോ? നമ്മൾ +1 പഠിച്ച ഇക്വേഷൻ GH is equal to G into 1 minus 2H by R ആണല്ലോ. അല്ലേ? നമ്മൾ +1 പഠിച്ച ഇക്വേഷൻ ഏതാണ്? GH is equal to G into 1 minus 2H by R. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇക്വേഷന് നമുക്ക് എൻട്രൻസ് എക്സാമിന് അങ്ങനെ തോന്നിയ മാതിരി കൊടുക്കാനൊന്നും പറ്റൂല. ഈ ഇക്വേഷൻ കൊണ്ടുവന്നപ്പോ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള്. എന്താണ് കണ്ടീഷൻ അറിയോ? H വെരി 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 ലെസ് ദാൻ R ആണെങ്കിൽ മാത്രമേ എനിക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? GH is equal to G into 1 minus 2H by R. അപ്പൊ എൻട്രൻസ് എക്സാമുകൾക്കകത്ത് ക്വസ്റ്റ്യൻ അകത്ത് കൃത്യമായി പറയണം H വെരി വെരി ലെസ് ദാൻ R ആണ്. അങ്ങനെ H വെരി വെരി ലെസ് ദാൻ R ആണെന്ന് ക്വസ്റ്റ്യൻ അകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്ത ഇക്വേഷൻ കൊടുക്കാം. അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് GH is equal to G divided by 1 plus H by R ആണ്. അപ്പൊ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു പോയ കുട്ടിക്ക് ആൻസർ തെറ്റിപ്പോകും. GH is equal to G into 1 minus 2H by R എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എടുത്ത് പറയണം H വെരി വെരി ലെസ് ദാൻ R ആണ്. ഹൈറ്റ് വളരെ കുറവാണെങ്കിൽ ഏത് ഇക്വേഷൻ കൊടുക്കാം? G into 1 minus 2H by R കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷന് കൊടുക്കാൻ പറ്റുള്ളൂ? G divided by 1 plus H by R കൊടുക്കാൻ പറ്റുള്ളൂ. എടാ ഇവിടെ G എന്താ? ഇവിടെ G എന്ന് പറഞ്ഞാല് എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ G എന്താണ്? എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടാവോ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് H വെരി വെരി ലെസ് ദാൻ R ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏത് ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ? G into 1 minus 2H by R എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹൈറ്റിലുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡെപ്തിലോട്ട് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക എന്നുള്ളതാണ്. ഡെപ്തിലോട്ട് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ. അവിടെ ഇവിടെ എർത്ത് ഉണ്ട്, വീണ്ടും എർത്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് എർത്തിന്റെ സെന്റർ. ഇതാണ് എർത്തിന്റെ റേഡിയസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തോ? എർത്തിന്റെ സർഫസ് ഇത്രയും ഡിസ്റ്റൻസ് വന്നു. ആ ഡിസ്റ്റൻസ് ആണ് D. എർത്തിന്റെ സർഫസിന് ഡെപ്തിലോട്ട് വന്നു. ആ ഡിസ്റ്റൻസ് ആണ് D. അങ്ങനെയാണെങ്കിൽ ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ G into 1 minus D by R. G into 1 minus D by R. ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ വേറെ കണ്ടീഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ കേസിലും എനിക്ക് ഏത് ഇക്വേഷൻ കൊടുക്കാം? G into 1 minus D by R കൊടുക്കാൻ പറ്റും. ഇതാണ് ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ D എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. D എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ടാവുക. അത് എടുക്കാൻ പാടില്ല. എർത്തിന്റെ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇക്വേഷനകത്ത് കിടക്കുന്ന D. ആ കാര്യം മനസ്സിലാക്കണം കേട്ടോ. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലാതെ എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് അല്ല. അപ്പൊ എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് എന്നാൽ നമ്മൾ D കാണണം. എങ്ങനെ കാണാം? അവിടെ എർത്തിന്റെ റേഡിയസ് എത്ര? എർത്തിന്റെ റേഡിയസ് പഠിച്ചു വെക്കണം. 6400 കിലോമീറ്റർ ആണ്. എർത്തിന്റെ റേഡിയസ് എത്രയാണ്? 6400 കിലോമീറ്റർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന് പറയാണ് എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് 2000 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ D എങ്ങനെ കാണാം? D എന്ന് പറഞ്ഞാല് റേഡിയസിൽ നിന്ന് ആ 2000 കുറച്ചാൽ പോരെ? റേഡിയസിൽ നിന്ന് ആ 2000 കുറച്ചാൽ പോരെ അല്ലെ? റേഡിയസ് എത്ര ഉണ്ടാവുക? 6400. ഞാൻ എന്ത് ചെയ്യണം? ആ 2000 കുറക്കണം. ക്ലിയർ ആയോ? നമ്മൾ ഇക്വേഷനകത്ത് കിടക്കുന്ന D എന്താണ്? എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അല്ലെ? അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന 2000. അപ്പൊ ഞാൻ എങ്ങനെ കാണാം? R minus D കാണണം. അതായിരിക്കും സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇമേജ് ഇടണം. ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇമോജി ഇടണം. ക്ലിയർ ആണോ? പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കിട്ടി അല്ലെ?
ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു 1 മൈനസ് 2h/r ആണ് അല്ലെ. h വെരി വെരി ലെസ് ദാൻ r ആണെങ്കിൽ ജി ഇൻറ്റു 1 മൈനസ് 2h/r ആണ് അല്ലെ. ഞാൻ ആ ജീനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാ അപ്പൊ എന്ത് വരും? ജി എച്ച് is equal to ജി മൈനസ് 2gh/r എന്ന് വരും അല്ലെ. ജി മൈനസ് 2gh/r അല്ലെ. ഇനി ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജി ഇൻറ്റു 1 മൈനസ് d/r. ജി ഇൻറ്റു 1 മൈനസ് d/r. എടാ ആ ജീനെയും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരിക? ജി മൈനസ് ജി ഡി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരിക അല്ലെ. ജി മൈനസ് ജി ഡി ഡിവൈഡ് ബൈ ആർ. നോക്കിയടാ ഇവിടെ ജി എന്ന് പറഞ്ഞാൽ എന്താ? ജി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോ എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നിന്നും 2gh കുറച്ചാലേ എന്ത് കിട്ടുള്ളൂ? ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടുള്ളൂ അല്ലെ. എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നിന്ന് 2gh/r കുറച്ചാലേ ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടുള്ളൂ. അതിനർത്ഥം ഹൈറ്റിലോട്ട് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നുണ്ട് അല്ലെ. അതേമാതിരി ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നിന്ന് gd/r കുറക്കണം അല്ലെ. സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നിന്ന് gd/r കുറക്കണം. അതിനർത്ഥം എന്താ? സർഫസിലുള്ളതിനേക്കാൾ കുറവാണ് ഡെപ്തിലുള്ളത്. ഇതിന് എന്ത് നമുക്ക് മനസ്സിലായത്? സർഫസ് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ്. സോറി, ഹൈറ്റിലോട്ട് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ്. ഡെപ്തിലോട്ട് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളോട്. ഹൈറ്റിലോട്ട് പോകുമ്പോഴാണോ ഡെപ്തിലോട്ട് പോകുമ്പോഴാണോ പെട്ടെന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുക? ഹൈറ്റിലോട്ട് പോകുമ്പോഴാണോ ഡെപ്തിലോട്ട് പോകുമ്പോഴാണോ പെട്ടെന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുക? ഹൈറ്റിലോട്ട് പോകുമ്പോ അല്ലെ. ഹൈറ്റിലോട്ട് പോകുമ്പോ. കാരണം എന്താ? എടാ ഇവിടെ കുറയുമ്പോ 2gh/r ആണ് കുറയുന്നത്. ഇവിടെ കുറയുമ്പോഴോ gd/r മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു എക്സ്ട്രാ 2 ഉണ്ട്. അപ്പൊ നല്ലോണം കുറയുന്ന എപ്പോഴാണ്? ഹൈറ്റിലോട്ട് പോകുമ്പോഴാണ് നല്ലോണം കുറയുന്നത്. എവിടേക്ക് പോകുന്നതിനേക്കാൾ? ഡെപ്തിലോട്ട് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുക നമ്മൾ ഹൈറ്റിലോട്ട് പോകുന്ന സമയത്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ബിക്കോസ് ഇവിടെ ഇല്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ട്. എന്താണ് ആ സാധനം? ഇവിടെ ഒരു 2 എക്സ്ട്രാ ഉണ്ട് അല്ലെ. അതിന് മനസ്സിലായത് ഹൈറ്റിലോട്ട് പോകുമ്പോഴാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പെട്ടെന്ന് ഡിഗ്രീസ് ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടോ. എർത്തിന്റെ സെന്ററിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എർത്തിന്റെ സെന്ററിൽ നോക്കിക്കോ. എടാ ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ആണ് gd is equal to g into 1 minus d/r അല്ലെ. അവിടെ നമ്മൾ വന്ന് എർത്തിന്റെ സെന്ററിൽ എത്തി എഴുതുക. എർത്തിന്റെ സർഫസിൽ നിന്ന് പോന്ന് നമ്മളിവിടെ എത്തി. എർത്തിന്റെ സെന്ററിൽ എത്തി. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് എന്തിനോട് ഈക്വൽ ആണ്? റേഡിയസിനോട് ഈക്വൽ ആണ് അല്ലെ. ഡെപ്ത് എന്തിനോട് ഈക്വൽ ആണ്? റേഡിയസിനോട് ഈക്വൽ ആണ്. അപ്പൊ ആ ഇക്വേഷനകത്ത് g into 1 മൈനസ് ഡിക്ക് പകരം അവിടെ r കൊടുക്കണം. ഡിക്ക് പകരം r. അപ്പൊ r/r എന്ന് വരും. r/r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ 1 മൈനസ് 1 വരും. അപ്പൊ gd is equal to എന്ത് വരും? 0. gd is equal to എന്താണ്? 0. That means at the center of earth acceleration due to gravity is 0. എർത്തിന്റെ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? 0 ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലാന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഞാനൊരു ഗ്രാഫ് ആയിട്ട് വരച്ച് അങ്ങനെ വരിക. നോയിക്കോളൂ. ഞാനൊരു ഗ്രാഫ് ആയിട്ട് വരക്കാണ് അല്ലെ. ഇവിടെ ഞാൻ ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തു. നോക്കിക്കോ, ഇതാണ് r equal to 0. r equal to 0 എന്നാണ് എർത്തിന്റെ സെന്റർ അല്ലെ. ഇതാണ് r equal to capital R. r equal to capital R എന്ന് പറഞ്ഞാല് എർത്തിന്റെ സർഫസ് അല്ലെ. എടാ എർത്തിന്റെ സെന്ററിന്ന് സർഫസ് പോകുമ്പോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടാണ് ചെയ്യുക കുറയാണ് ചെയ്യുക? കമന്റ് ചെയ്തേ. എർത്തിന്റെ സെന്ററിൽ നിന്ന് സർഫസിലോട്ട് പോവുക. എർത്തിന്റെ സെന്ററിൽ നിന്ന് സർഫസിലോട്ട് പോകുമ്പോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടാണ് ചെയ്യുക കുറയാണ് ചെയ്യുക? ഇൻക്രീസ് ചെയ്യും. എടാ സർഫസിന്ന് സെന്റർക്ക് വരുമ്പോ കുറയാണ്. അപ്പൊ സെന്ററിൽ നിന്ന് സർഫസ് പോകുമ്പോ എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. സെന്ററിൽ നിന്ന് സർഫസ് വരെ ഇത് കൂടും അല്ലെ. സർഫസ് വരെ കൂടി. ഇനി സർഫസിന് വീണ്ടും നമ്മൾ ഹൈറ്റിലോട്ട് പോകുമ്പോ അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയണം. എങ്ങനെ കുറയണം? ആദ്യം കുറഞ്ഞതിനേക്കാൾ പെട്ടെന്ന് കുറയണം. കാരണം എന്താ? ഹൈറ്റിലോട്ട് പോകുന്നതോറും പെട്ടെന്ന് കുറയണം. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. ക്ലിയർ ആയോ? അപ്പൊ മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെയാണ്, സർഫസിലാണ് അല്ലെ. ഇനി നമ്മൾ സെന്ററിലോട്ട് വരുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതാണ് ഈ കാണുന്നത്. കണ്ടോ? സെന്ററിലോട്ട് വരുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഇനി സർഫസിന് ഹൈറ്റ് പോയാലോ പെട്ടെന്ന് കുറയും. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫയർ ഇമോജി.
ഗ്രാഫ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫയർ ഇമോജി. ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എൻട്രൻസ് സ്റ്റുഡന്റ് ആണെന്നുള്ള ബോധ്യത്തിൽ വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളൊരു എൻട്രൻസ് സ്റ്റുഡന്റ് ആണെന്നുള്ള ബോധ്യത്തിൽ വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാക്സിമം വാല്യൂ? കമന്റ് ചെയ്തേ. എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാക്സിമം വാല്യൂ? ഒരു എൻട്രൻസ് സ്റ്റുഡന്റിനോടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാക്സിമം വാല്യൂ? ഞാൻ വീണ്ടും പറയാണ്, ഞാനൊരു എൻട്രൻസ് സ്റ്റുഡന്റിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. യെസ്, വെരി ഗുഡ്. ഇമ്മാനുവൽ ഈസ് ദ കറക്റ്റ്. എടാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസിലാണ് മാക്സിമം. ഓക്കെ എടാ, സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആൻസർ എന്താ? സർഫസിൽ തന്നെയാണ് ഇക്വേറ്ററും പോളും വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? പോളിലാണ്. അപ്പൊ നമ്മൾ ആൻസർ വരേണ്ടത് എങ്ങനെയാണ്? പോൾ എന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ ബോർഡ് എക്സാമിനല്ല പഠിക്കുന്നത്, നമ്മൾ എൻട്രൻസ് എക്സാമിനാണ് പഠിക്കുന്നത് അല്ലെ. സർഫസിലാണ് കൂടുതൽ. ഓക്കെ കറക്റ്റ് ആണ്. പക്ഷെ സർഫസിൽ തന്നെ എവിടെയാ കൂടുതൽ? പോളിലാണ് കൂടുതൽ. സർഫസിൽ തന്നെ എവിടെയാണ് കൂടുതൽ? പോളിലാണ് കൂടുതൽ. അപ്പൊ നമ്മൾ ആൻസർ എന്താ വരേണ്ടത്? പോൾ എന്നാണ് വരേണ്ടത്. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല അല്ലെ. സർഫസ് എന്നുള്ളത് തെറ്റല്ല, ബട്ട് അവിടെ കൃത്യമായ സ്പെസിഫിക് ആയിട്ട് അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത്? പോൾ എന്നാണ് വരേണ്ടത്. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ ഇത് ശ്രദ്ധിക്കട്ടോ, ഇത് ശ്രദ്ധിക്കാം. നിങ്ങൾ ഇനി ബോർഡ് എക്സാം ലെവലിലൊന്നും പഠിക്കാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അവിടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എർത്ത് അതിന്റെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയിൽ. അതിന്റെ കൂടെ തന്നെ ഇത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് വരുന്നുണ്ട്? വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ ശ്രദ്ധിക്കാം. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന് കരുതുക. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആയിരുന്നു. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആയിരുന്നു. ബട്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജി അല്ല കിട്ടുക, ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള രീതിയിലാണ് കിട്ടുക. എന്ന് വെച്ചാൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണമായിട്ടും അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് ജി ആയിരുന്നെങ്കിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണമായിട്ട് എനിക്ക് എത്ര കിട്ടുള്ളൂ? ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാണ് കിട്ടുക. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ എന്ന് പറഞ്ഞാല് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി. ഒമേഗ എന്ന് പറഞ്ഞാല് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി. തീറ്റ എന്ന് പറഞ്ഞാല് ലാറ്റിറ്റ്യൂഡ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ് കേട്ടോ. ലാറ്റിറ്റ്യൂഡ് ജോഗ്രഫിയിലുള്ള ഒരു ടേം ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ. എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇവിടെ എർത്താന്ന് എഴുതിക്കോ, ഇവിടെ എർത്താന്ന് എഴുതിക്കോ. ഇതാണ് ഇക്വേറ്റർ, ഇതാണ് ഇക്വേറ്റർ, ഇതാണ് പോൾ, ഇതാണ് പോള്. എടാ പോളില് ലാറ്റിറ്റ്യൂഡ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഇക്വേറ്ററിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പോളില് അതിന്റെ വാല്യൂ 90 ഡിഗ്രി ആണ്, ഇക്വേറ്ററിൽ അതിന്റെ വാല്യൂ എന്താണ്? 0 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്ററിൽ എന്താ സംഭവിക്കണം നോക്കി നോക്കാം നമുക്ക്. ഇക്വേറ്ററിൽ അവിടെ ഇക്വേഷൻ എന്താ? ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇക്വേറ്റർ ആകുമ്പോൾ തീറ്റക്ക് 0 കൊടുക്കണം. അപ്പൊ ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ 0 എന്ന് വരും. കോസ് 0ന്റെ വാല്യൂ എന്താ? കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഇക്വേഷൻ തരും ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ. ഇതാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണമായിട്ട് നമുക്ക് ഇക്വേറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ജി കിട്ടിയിരുന്നു, പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എത്ര കിട്ടുന്നുള്ളൂ? ജി മൈനസ് ആർ ഒമേഗ സ്ക്വയറിന് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോളിലോ പോളിലാണെങ്കിൽ അവിടെ തീറ്റ 90 ഡിഗ്രി കൊടുക്കണം. അപ്പൊ ഇക്വേഷൻ എന്താ? ജി ഡാഷ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ 90. കോസ് 90ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ജി ഡാഷ് ഈക്വൽ ടു ജി. ദാറ്റ് മീൻസ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് പോളിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു വേരിയേഷൻ സംഭവിക്കുന്നില്ല. പോളിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതേപോലെ തന്നെ ഉണ്ട്, ബട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇക്വേറ്ററിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ അടിപൊളി എന്ന് കമന്റ് ചെയ്യോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾ വൺസ് അഗൈൻ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഒന്നും കൂടെ പറയണമെങ്കിൽ നിങ്ങൾ വൺസ് അഗൈൻ കമന്റ് ചെയ്താൽ മതി. ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ അപ്പൊ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എല്ലാ എൻട്രൻസ് പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പോവാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പോവാണ്.
ഞാൻ ക്ലാസ് ആണ് അതുകൊണ്ടാ. മ്യൂട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ മുൻ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. 20. ആ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം, ഡോണ്ട് വറി. യെസ് എടാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ വരച്ചിട്ടുള്ളൂ അല്ലെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്ന ഗ്രാഫാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. Find the gravitational field at a distance of 2000 കിലോമീറ്റർ ഫ്രം ദി സെന്റർ ഓഫ് എർത്ത്. എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് 2000 കിലോമീറ്റർ ആണ്. അവിടെ ഉള്ള എന്ത് കണ്ടുപിടിക്കണം? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടുപിടിക്കണം. എടാ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്. ഓപ്ഷനിലെ യൂണിറ്റ് നോക്കടാ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആരുടെ യൂണിറ്റാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആകണ്ട. ഓപ്ഷനിലോട്ട് നോക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എല്ലാ ഓപ്ഷന്റെയും ആൻസർ. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. എവിടെ ഉള്ളതാടാ? അറ്റ് എ ഡിസ്റ്റൻസ് 2000 കിലോമീറ്റർ ഫ്രം ദി സെന്റർ ഓഫ് എർത്ത്. എർത്തിന്റെ സെന്ററിൽ നിന്ന് 2000 കിലോമീറ്റർ. എർത്തിന്റെ സെന്ററിൽ നിന്ന് 2000 കിലോമീറ്റർ. എർത്തിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6400 കിലോമീറ്റർ. എർത്തിന്റെ റേഡിയസ് എന്താണ്? 6400 ആണ്. അതുപോലെ എർത്തിന്റെ മാസ് തന്നിട്ടുണ്ട് 6 × 10⁻24 കിലോഗ്രാം ആണ്. 6 × 10⁻24. അപ്പൊ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാം? ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഡെപ്തിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? പറഞ്ഞേ. ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഡെപ്തിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? കമന്റ് ചെയ്തേ. ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഡെപ്തിന്റെ? യെസ്, ഡെപ്തിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. കാരണം എർത്ത് ഇങ്ങനെ നിൽക്കുക. എർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. എർത്തിന്റെ സെന്ററിന് 2000 കിലോമീറ്റർ ആണ് പോയിന്റ്. എർത്തിന് സെന്ററിന് 2000 കിലോമീറ്റർ. അപ്പൊ നമ്മൾ ഇക്വേഷൻ GD is equal to G into 1 minus D by R. GD is equal to G into 1 minus D by R. അപ്പൊ ഡിന്റെ വാല്യൂ ഇവിടെ എത്ര? കമന്റ് ചെയ്തേ. ഡിന്റെ വാല്യൂ ഇവിടെ എത്ര? ഡിന്റെ വാല്യൂ ഇവിടെ എത്ര? ഡിന്റെ വാല്യൂ ഇവിടെ എത്ര? കമന്റ് ചെയ്തേ. യെസ്, ജിന്റെ വാല്യൂ 4400 ആയിരിക്കും അല്ലെ. കാരണം സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 2000. അപ്പൊ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് 4400 അല്ലെ. അതായത് 6400 2000 കുറക്കണം. 6400 2000 കുറക്കണം. അപ്പൊ 4400 കിട്ടുക. 4400 ആണ് കിട്ടുക അല്ലെ. അപ്പൊ GD is equal to G നമുക്ക് തൽക്കാലം 10 എടുക്കാം കേട്ടോ. G നമുക്ക് തൽക്കാലം 10 എടുക്കാം. ഇൻറ്റു 1 മൈനസ് D എത്രടാ? D നമുക്ക് 4400 കിട്ടിയത്. 4400 ഡിവൈഡഡ് ബൈ R എത്ര? 6400. R എത്രയാണ്? 6400. അപ്പൊ ഈ 0 0 0 0 ഒക്കെ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തോടാ. 44 64 കട്ട് ചെയ്യുക, 1 എന്ന് കുറക്കുക, ഇൻറ്റു 10 ചെയ്യുക. സിമ്പിൾ ആയിട്ട് ആൻസർ വരും. ക്ലിയർ ആണല്ലോ? ഇനി കാൽക്കുലേഷനുകൾ ചെയ്താൽ മതി. നമ്മൾ ടൈം കളയുന്നില്ല. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഏത് ആൻസർ ആയിട്ട് വരിക? 19. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ സി കിട്ടുന്നാണ് പറയുന്നത് കേട്ടോ. 19 നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ സി കിട്ടുന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 44 ഉണ്ട്, 64 ഉണ്ട്. 44/64 ചെയ്തിട്ട് 1 എന്ന് കുറച്ചിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഏകദേശം ആൻസർ കിട്ടുള്ളൂ. കാരണം നമ്മൾ 9.8 പകരം 10 എടുത്തോണ്ട് ഏകദേശം അടുത്തുള്ള ഒരു ആൻസർ കിട്ടും. ഓക്കെ, അത് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയണം. ഓക്കെ, ക്ലിയർ ആണ്. ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടുതരാം കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി at a height is equal to 2 times of radius of earth. At a height equal to 2 times of radius of earth. അതായത് ഹൈറ്റ് 2 times of radius of earth ആകുന്ന സ്ഥലത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചിട്ട് ആൻസർ കമന്റ് ചെയ്തേനാ. ഓപ്ഷൻസ് ഇവിടെ എഴുതി വെക്കുക. 1 G ആണ് ഓപ്ഷൻ,
രണ്ടാമത്തെ ഓപ്ഷൻ g/2 ആണ് ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ g/9 ആണ് ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ g/3 ആണ് ഓപ്ഷൻ. ഇതിൽ ഏത് ഓപ്ഷനാണ് വരിക? പെട്ടെന്ന് പറഞ്ഞേ. ഹൈറ്റ് 2r ആകുന്ന സ്ഥലത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഹൈറ്റ് 3r ആകുന്ന സ്ഥലത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സി എന്ന ആൻസർ ചെയ്തിട്ടുണ്ട്. യെസ്, അഖിലാണ് ഫസ്റ്റ് ആൻസർ ചെയ്തത്. g/9 ആണ് ആൻസർ. എടാ, ഫസ്റ്റ് ആൻസർ ചെയ്യാന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആൻസറിലോട്ട് എത്തിയിട്ട് കാര്യമില്ല, ഏറ്റവും ആദ്യം ആൻസറിലോട്ട് എത്തണം. അപ്പൊ അഖില, കൺഗ്രാജുലേഷൻ, ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ആൻസറിലോട്ട് എത്തണം. നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, മത്സരത്തിൽ ആദ്യത്തെ ആളല്ലേ ജയിക്കുക. അല്ലാതെ ഒരു ഓട്ട മത്സരം നടന്നിട്ട് അവസാനത്തെ പോയിന്റിൽ എത്തിയ ആൾക്കാരെല്ലാരും ജയിച്ചോ? ഇല്ല. എപ്പോഴേ ജയിക്കുള്ളൂ? ഏറ്റവും ആദ്യം എത്തിയാലേ ജയിക്കുള്ളൂ കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും സി കിട്ടിയണെങ്കിൽ കമന്റ് ചെയ്തോ. എച്ച് ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി. ഓക്കെ എടാ, ഞാനിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ GH is equal to G into 1 minus 2H/R അല്ലേ? യെസ് ഓർ നോ കമന്റ് ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ GH is equal to 1 minus 2H/R അല്ലേ? നോ. യെസ്, നോ. എടാ, ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഈ ഇക്വേഷൻ എപ്പോഴാണ് H വെരി 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 ലെസ് ദാൻ R ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പറയണ്ടേ? അങ്ങനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതല്ല എന്റെ ഇക്വേഷൻ. അത് ഞാൻ ഒഴിവാക്കണം അല്ലെ? ഞാൻ എന്താണ് മാറ്റണം. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വേഷൻ? GH is equal to G divided by 1 plus H/R whole square ആണ് ജനറൽ ഇക്വേഷൻ. G into 1 plus H/R whole square ആണ് ജനറൽ ഇക്വേഷൻ. C equal to G divided by 1 plus, ഇവിടെ H എത്ര? H2R ആണ്. അപ്പൊ 2R divided by R whole square അല്ലേ? അപ്പൊ R ക്യാൻസൽ ചെയ്തു. അപ്പൊ 1 plus 2 ഇവിടെ സ്ക്വയർ ഉണ്ടാവും. അപ്പൊ 1 plus 2 3. 3ന്റെ സ്ക്വയർ 9. അപ്പൊ ആൻസർ g/9. ക്ലിയർ ആണ്. ഡൗട്ട് ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലെ? ആൻസർ എത്ര വരും? g/9 വരും. ക്ലിയർ ആണ്. ഡൗട്ട് ഇല്ല. One minute. ഓക്കെ, ക്ലിയർ ആണ്. ഡൗട്ട് ഇല്ല. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കെപ്ലേഴ്സിന്റെ ലോസ് ആണ് പറയാൻ പോകുന്നത്. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണേ. നമ്മൾ കെപ്ലേഴ്സ് ലോസ് ആണ് പറയാൻ പോകുന്നത്. എടാ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക്, എന്തെങ്കിലും ഒന്ന് കമന്റ് ഇട്ട പെട്ടെന്ന് ഒരു രസത്തിന്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് പെട്ടെന്ന് ഇട്ടേ. പെട്ടെന്ന്. സെറ്റ് ആണെന്ന് കമന്റ് ചെയ്യോ ആരെങ്കിലും? വെറുതെ രസം. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. അടുത്ത ടോപ്പിക്കാണ് കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സ് ലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കെപ്ലറിന്റെ ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് ഓർബിറ്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ് കേട്ടോ. ഒന്നുമില്ല, കെപ്ലറിന്റെ ഒന്നാമത്തെ ലോ പറയണത് every planet revolve around the sun in an elliptical orbit where sun is situated at one of the okay. അതായത് എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് സണ്ണ് നിൽക്കുന്നത് ഒരു ഫോക്കസിലാണ് എന്നാണ് പറയുന്നത്. സിമ്പിൾ ലോ ആണ്. അവിടുന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്താ പറയുന്നത്? എവറി പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദി സൺ. എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റുമാണ് റിവോൾവ് നിൽക്കുന്നത് in an elliptical orbit, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റില് where sun is situated at one of the foci. അങ്ങനെയാണെങ്കിൽ സണ്ണ് അതിലൊരു ഫോക്കസിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? സിറ്റുവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ ലോ. അത് കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാല്ല. അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് റൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ലോ പഠിക്കാൻ പോവാണ്. രണ്ടാമത്തെ ലോ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ ലോ
ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഏരിയാസ്. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഏരിയാസ്. ഈ ലോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ലോ ഏതാണ്? ലോ ഓഫ് ഏരിയാസ്. നേരെ ശ്രദ്ധിക്കണം, ലോ ഓഫ് ഏരിയാസ് ശ്രദ്ധിച്ചോ. ഇവിടെ സൺ ഉണ്ട്, ഇവിടെ സൺ ഉണ്ട്, ഇവിടെ സൺ ഉണ്ട്. സണ്ണിന് ചുറ്റും ഇവിടെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ട്. സോറി, ഇവിടെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ട് കേട്ടോ. സണ്ണിന് ചുറ്റും ഇവിടെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതാണ് എർത്ത്, ഇതാണ് എർത്ത്. ഓക്കെ, അപ്പൊ എർത്ത് ആദ്യം ഇവിടെയാണ് നിൽക്കുന്നത്, എർത്ത് ആദ്യം ഇവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സണ്ണിൽ നിന്ന് എർത്തിലോട്ട് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സണ്ണ് റിവോൾവ് ചെയ്ത് എർത്ത് റിവോൾവ് ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെയാണ് ഇപ്പൊ രണ്ടാമത്തെ പൊസിഷൻ. നമ്മുടെ എർത്തിന്റെ രണ്ടാമത്തെ പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന എർത്ത് ഇതാ ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്ന എർത്ത് രണ്ടാമത്തെ പൊസിഷനിലോട്ട് എത്തി. അതിനെടുത്ത ടൈം വെറുതെ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, അതിനെടുത്ത ടൈം 10 മിനിറ്റ് ആണെന്ന് എഴുതിക്കോ. അതിനെടുത്ത ടൈം എന്താണ്? 10 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ആ 10 മിനിറ്റ് കൊണ്ട് ഇതാ ഇവിടെ ഇത്രയും ഏരിയ കവർ ചെയ്തു. ആ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇത്രയും ഏരിയ കവർ ചെയ്തു അല്ലെ. അങ്ങനെ എർത്ത് വീണ്ടും റിവോൾവ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവിടെ എത്തി. എർത്ത് റിവോൾവ് ചെയ്ത് അവിടെ എത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ അവിടുന്ന് ഞാനൊരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ. അങ്ങനെ വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോ റിവോൾവ് ചെയ്തിട്ട് ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടൊരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കവർ ചെയ്ത ഏരിയ എത്രയാണ്? ഓക്കെ, ഇതില് മൂന്നാമത്തെ പൊസിഷൻ ആണിത്. ഇത് മൂന്നാമത്തെ പൊസിഷൻ ആണ്, ഇത് നാലാമത്തെ പൊസിഷൻ ആണ്. എടാ മൂന്നാമത്തെ പൊസിഷൻ നാലാമത്തെ പൊസിഷനിലോട്ട് എടുത്ത ടൈം എത്ര തന്നെയാണ്? 10 മിനിറ്റ് തന്നെയാണ്. മൂന്നാമത്തെ പൊസിഷൻ നാലാമത്തെ പൊസിഷനിലോട്ട് എത്താൻ എടുത്ത ടൈം എത്ര തന്നെയാണ്? 10 മിനിറ്റ് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെപ്ലറിന്റെ രണ്ടാമത്തെ ലോ എന്താ നമ്മളോട് പറയുന്ന അറിയടാ. കെപ്ലറിന്റെ രണ്ടാമത്തെ ലോ നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഏരിയാസും സെയിം ആയിരിക്കും. അതായത് 10 മിനിറ്റ് കൊണ്ട് ഇവിടെ കവർ ചെയ്തിട്ടുള്ള ആ ഏരിയ ഉണ്ടല്ലോ, അത് 10 മിനിറ്റ് കൊണ്ട് ഇവിടെ കവർ ചെയ്തിട്ടുള്ള ഏരിയക്ക് തുല്യമായിരിക്കും. ദാറ്റ് മീൻസ് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് dA/dt എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താ dA/dt എന്ന് പറഞ്ഞാല്? ടൈമിനനുസരിച്ചിട്ടോ ഏരിയക്ക് ഉണ്ടാകുന്ന ചേഞ്ച് അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഇവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ആര് പറയുന്നത്? കെപ്ലറിന്റെ രണ്ടാമത്തെ ലോ പറയുന്നത്. എന്താ പറയുന്നത്? ഈക്വൽ ടൈം ഇന്റർവെല്ലുകളിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈക്വൽ ടൈം ഇന്റർവെല്ലുകളിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്. ഈക്വൽ ടൈം ഇന്റർവെല്ലുകളിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണ് അല്ലെ? ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടെ, മക്കൾ നോക്കിക്കോ. ഈ ഇക്വേഷനെ ഞാൻ വേറെ രീതിയിൽ റീഅറേഞ്ച് ചെയ്തിട്ട് എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ അതിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ടൈം കളയുന്നില്ല കേട്ടോ. ഡെറിവേഷൻസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്കോ ഞാനിവിടെ ട്രയാങ്കിൾ വെച്ചിട്ട് ഇവിടെ ഏരിയ ഒക്കെ കണ്ടുപിടിച്ചാലേ എനിക്കൊരു ഇക്വേഷൻ കിട്ടും. dA/dt is equal to L/2m. dA/dt is equal to L/2m. L എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആംഗുലാർ മൊമെന്റം. L എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? dA/dt is equal to L/2m എന്ന് എഴുതാൻ പറ്റും. L എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം. നോക്കടാ, dA/dt കോൺസ്റ്റന്റ് ആണെങ്കിൽ L/2m കോൺസ്റ്റന്റ് ആയിരിക്കും. ഉറപ്പല്ലേ? ഓക്കെ, dA/dt കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? L/2m കോൺസ്റ്റന്റ് ആയിരിക്കും. എടാ m എന്ന് പറഞ്ഞാൽ മാസ, അതെന്തായാലും കോൺസ്റ്റന്റാ. m എന്ന് പറഞ്ഞാൽ മാസ, അതെന്തായാലും കോൺസ്റ്റന്റാ. 2 എന്തായാലും കോൺസ്റ്റന്റാ. അങ്ങനെയാണെങ്കിൽ L/2m കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? L ഇവിടെ ഒരു കോൺസ്റ്റന്റ് എന്നല്ല അതിനർത്ഥം. എന്താണ്? L എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. നോട്ട് ഷെയർ ചെയ്യാം. L എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. കീം എക്സാമിൽ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏത് കൺസർവേഷൻ ലോനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോ ഓഫ് ഏരിയാസ് വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയാസ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് വിച്ച് ലോ ഓഫ് കൺസർവേഷൻ? ഏത് കൺസർവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോ ഓഫ് ഏരിയാസ് പറയാൻ പറ്റുക?
ഏത് കൺസർവേഷൻ ബേസ്ഡ് ആണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതായത് dA/dt ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. എനിക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ dA/dt ഈക്വൽ ടു L/2m ആണ് മനസ്സിലായി. അതിനർത്ഥം L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കാരണം dA/dt കോൺസ്റ്റന്റ് ആണെങ്കിൽ L/2m കോൺസ്റ്റന്റ് ആണ്. L/2m കോൺസ്റ്റന്റ് ആണെങ്കിൽ L കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് ആംഗുലാർ മൊമെന്റം ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ഇവിടെ കൺസർവ്ഡ് ആണ്. അപ്പൊ ലോ ഓഫ് ഏരിയാസ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടാവോ? ക്ലിയർ ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ. അടുത്ത പോയിന്റ് പറയാൻ പോവാണ് കേട്ടോ. എടാ സണ്ണിന് 10 മിനിറ്റിൽ സണ്ണിലല്ല എർത്തിന് 10 മിനിറ്റിൽ ഇവിടെ ഇത്രയും ഭാഗം കവർ ചെയ്യണം അല്ലെ? 10 മിനിറ്റിൽ ഇത്രയും ട്രാവൽ ചെയ്യണം. എന്നാൽ ഇവിടെ 10 മിനിറ്റിൽ ഇത്രയും ട്രാവൽ ചെയ്യണം. ഇവിടെ 10 മിനിറ്റിൽ കുറച്ച് ട്രാവൽ ചെയ്താൽ മതി. ഇവിടെ 10 മിനിറ്റിൽ കുറച്ചധികം ട്രാവൽ ചെയ്യണം. എന്നാലേ ഈ ഏരിയയും സെയിം ആവുള്ളൂ. കാരണം ഇത് സണ്ണിന് വിട്ടു നിൽക്കുന്ന പോയിന്റ് ആണ്. ഇത് സണ്ണിന് അടുത്ത് നിൽക്കുന്ന റീജിയൻ ആണ് അല്ലെ? അപ്പൊ ഇവിടെ കുറച്ച് കവർ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതേ ഏരിയ അതേ ടൈമോട് ഇവിടെ കവർ ചെയ്യണമെങ്കിൽ നല്ലോണം ഇവിടെ ട്രാവൽ ചെയ്യണം. നല്ല ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അതിനർത്ഥം എന്താ? സണ്ണിന് അടുത്തെത്തുമ്പോഴും സണ്ണിന് വിട്ടു നിൽക്കുമ്പോഴും നമ്മളെ പ്ലാനറ്റിന് എർത്തിന് ഒരേ സ്പീഡാണുള്ളത്. സണ്ണിന് അടുത്ത് നിൽക്കുമ്പോഴും സണ്ണിന് വിട്ടു നിൽക്കുമ്പോഴും നമ്മളെ എർത്തിന് ഒരേ സ്പീഡാണ് ഉണ്ടാവുക. യെസ് ഓർ നോ? ഒന്നുകൂടെ പറയാം. ഓക്കെ ശ്രദ്ധിച്ചോ. അല്ല, ഒരേ സ്പീഡല്ലേ ഉണ്ടാവുക. യെസ്, വെരി ഗുഡ്. ശ്രദ്ധിച്ചോ. എടാ ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എർത്തിന് ഇവിടെ എത്തണം എന്ന് വെച്ചാൽ ഇത്രയും പാത്ത് കവർ ചെയ്യണം, ഇത്രയും ട്രാവൽ ചെയ്യണം. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അതേ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. നോക്കടാ, ഇവിടെ 10 മിനിറ്റ് കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മതി. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. വേണ്ടേ? ഇവിടെ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അതിനർത്ഥം എന്താ? ഇവിടെ 10 മിനിറ്റ് കൊണ്ട് കുറെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് സണ്ണിന് അടുത്തെത്തുമ്പോൾ ഭയങ്കര സ്പീഡിൽ ട്രാവൽ ചെയ്യണം. സണ്ണിന് വിട്ടു നിൽക്കുമ്പോൾ കുറച്ച് സ്പീഡ് മതി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ലോ പറയാൻ പോണ്. അടുത്ത ലോ ആണ് ലോ ഓഫ് പീരിയഡ്സ്, ടൈം പീരിയഡ് കേട്ടോ. ലോ ഓഫ് ടൈം പീരിയഡ് ആണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് പീരിയഡ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോ ഓഫ് പീരിയഡ്സ്. ഓക്കെ, ശ്രദ്ധിക്കാം. എടാ വീണ്ടും നമ്മളെ സണ്ണ് ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? അങ്ങനെയാണെങ്കിൽ സണ്ണിന് ആ പ്ലാനറ്റുകളുടെ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ടൈം പീരിയഡ് ഓഫ് ദി പ്ലാനറ്റ്, ടൈം പീരിയഡിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആയിരിക്കും. ഇതാണ് കെപ്ലറിന്റെ മൂന്നാമത്തെ ലോ കേട്ടോ. ഓക്കെ, അതായത് സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. എന്താ പറഞ്ഞത്? സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ടൈം പീരിയഡിന്റെ സ്ക്വയർ എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? സെമി മേജർ ആക്സിസിന്റെ ക്യൂബിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ അധികം കുട്ടികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, എടാ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി അവിടെ ഈക്വൽ ടു ആക്കണമെങ്കിൽ അവിടെ എന്തായാലും ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് ഇൻറ്റു R³ ആണ് അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ കോൺസ്റ്റന്റ് എന്നാണ് ആരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ബട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എൻട്രൻസ് എക്സാമിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 4π²/gm ആണ്. ആ കോൺസ്റ്റന്റ് എന്താണ്? 4π²/gm ആണ്. ക്ലിയർ ആണോ? ഇവിടെയുള്ള കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? 4π²/gm ആണ്. കോൺസ്റ്റന്റ് എന്താണ്? 4π²/gm ആണ്. ക്ലിയർ ആണല്ലോ? ആ കോൺസ്റ്റന്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഈ കോൺസ്റ്റന്റ് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ സാറ്റലൈറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ കോൺസ്റ്റന്റ് 4π²/gm ആയതെന്നുള്ളത് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് പറയുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കെപ്ലറിന്റെ തേർഡിൽ എത്ര ഉള്ളൂ? T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³. വെരി ഇമ്പോർട്ടന്റ് ലോ ആണ്. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ലോ ആണ്. ടൈം പീരിയഡിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³. ഓക്കെ, ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ല. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തട്ടോ. ടൈം പീരിയഡിന്റെ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R³ ആണ്. അങ്ങനെയാണെങ്കിൽ T = K × R⁵ 3/2 എന്ന് വേണമെങ്കിൽ ചെയ്തട്ടോ.
r⁵ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഒന്ന് തന്നെയല്ലേ, t² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ r³ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് t is equal to k r⁵ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, ആ കോൺസ്റ്റന്റ് ഓർത്തിരിക്കണേ, 4π² ആണ് ആ കോൺസ്റ്റന്റ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. അറ്റൻഡൻസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യണേ പെട്ടെന്ന്. ക്വസ്റ്റ്യൻ ലെങ്തി ആണെങ്കിലും ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വെറുതെ ലെങ്തി ആക്കി കൊടുത്താണ്. ചോദ്യം എത്ര ഉള്ളൂ, ദ റിലേഷൻ ബിറ്റ്വീൻ G ആൻഡ് K. യെസ്, ഓപ്ഷൻ ഡി ആണ് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ഫസ്റ്റ് ആൻസർ ചെയ്തത് രോഹിത് കിഷൻ. ഓക്കെ, രോഹിത്. സെക്കൻഡ് അഖില. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്ത അഖിലയാണ്. ഈ ക്വസ്റ്റ്യന് അഖിലയെ മറികടന്നുകൊണ്ട് രോഹിത് ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എടാ സിമ്പിൾ ആണ്. നമ്മളിപ്പോ പഠിച്ചില്ല ആ കോൺസ്റ്റന്റ് എന്താ, k is equal to 4π²/gm. ആ കോൺസ്റ്റന്റ് എന്താണ്, k is equal to 4π²/gm. എടാ gm അങ്ങോട്ട് എടുത്താല് gm into k is equal to 4π² എന്ന് വരും അല്ലെ. gm into k is equal to 4π² എന്ന് വരും. അതല്ലേ ഓപ്ഷൻ ഡി. gm into k is equal to 4π². അപ്പൊ കിട്ടിയില്ലേ? കിട്ടി. സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ ചെയ്യണം. നാലാമത്തെ ക്വസ്റ്റ്യൻ തേർഡിലെ വെച്ച് ചെയ്യാനുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ദി എർത്ത് at a height of 5 r above the surface of earth. ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ആ സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് 5 r ഡിസ്റ്റൻസിലാണ്. above the surface of earth കേട്ടോ. എർത്തിന്റെ സർഫസിൽ നിന്ന് 5 r ഡിസ്റ്റൻസിലാണ്. അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അതിന്റെ ടൈം പീരീഡ് 24 മണിക്കൂറാണ്. r being the radius of earth. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ദ ടൈം പീരീഡ് ഓഫ് അനദർ സാറ്റലൈറ്റ്. വേറെ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2r ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ആണ്. അതിന്റെ ഹൈറ്റ് എന്താണ്, 2r ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ആണ്. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. ഒരു സാറ്റലൈറ്റ് ഉണ്ട്, എർത്തിന്റെ സർഫസിൽ നിന്ന് 5 r ഡിസ്റ്റൻസിലാണ്. അതിന്റെ ടൈം പീരീഡ് 24 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. അത് എർത്തിന്റെ സർഫസിൽ നിന്ന് 2r ഡിസ്റ്റൻസിലാണ്. ഒരു 2 മിനിറ്റ് ടൈം തരാം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. ആർക്കെങ്കിലും നേരത്തെ ഫസ്റ്റ് ആൻസർ ചെയ്ത് ആരെങ്കിലും പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇല്ലെങ്കിൽ നമ്മൾ ടൈം കളയുന്നില്ല, നേരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്തായാലും കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്തോ. ഞാൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകാം കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ആണ്. കുറെ പ്രാവശ്യം ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കണം. ഇവിടെ ഞാൻ എർത്തിനെ വരച്ചു. ഓക്കെ, ഒന്നുകൂടി വലുത് വരക്കാം. ഇവിടെ ഞാൻ എർത്തിനെ വരച്ചു. ഓക്കെ, ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അത് എർത്തിന്റെ സർഫസിൽ നിന്ന് 5 r ഡിസ്റ്റൻസിലാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് 5 r ഡിസ്റ്റൻസിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ, എർത്തിന്റെ സർഫസ് എന്നാണ് 5 r ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഒരു 6 കൂടെ കൂട്ടണ്ടേ. അപ്പൊ എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 6r ആണ്. എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എത്രയാണ്? 6r ആണ്. ക്വസ്റ്റിനകത്ത് വന്നത് എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 5 r. എർത്തിന്റെ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 5 r. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സെന്ററിന് എത്ര ഡിസ്റ്റൻസ്? 6r ആണ് ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടൈം പീരീഡ് എന്താണ്? 24 മണിക്കൂറാണ്. ഇനി വേറെ സാറ്റലൈറ്റ് ഉണ്ട്. അത് എർത്തിന്റെ സർഫസിൽ നിന്ന് 2r ഡിസ്റ്റൻസാ. അത് എർത്തിന്റെ സർഫസിൽ നിന്ന് 2r ഡിസ്റ്റൻസ് ആണെങ്കിൽ എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് കമന്റ് ചെയ്തേ. എർത്തിന്റെ സർഫസിന് 2r ഡിസ്റ്റൻസ് ആണെങ്കിൽ എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് കമന്റ് ചെയ്തേ. കമന്റ്. എർത്തിന്റെ സർഫസിന് 2r ഡിസ്റ്റൻസ് ആണ്. എർത്തിന്റെ സെന്റർ എന്തായിരിക്കും ഡിസ്റ്റൻസ്? 3r ആയിരിക്കും അല്ലെ. എത്രയായിരിക്കും? 3r ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതിന്റെ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദ്യം. എടാ, കെപ്ലറിന്റെ തേർഡ് ലോ പ്രകാരം t സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ക്യൂബ്.
ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ T1 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R1 ക്യൂബ് ആണ്. R1 ക്യൂബ് ആണ്. അതുപോലെ തന്നെ T2 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 ക്യൂബ് ആണ് അല്ലെ. T2 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരടാ? T2/T1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R2/R1 ഹോൾ ക്യൂബ് എന്ന് വരും. R2/R1 ഹോൾ ക്യൂബ് എന്ന് വരും. കറക്റ്റ് അല്ലേ? നോക്കിയടാ, T2 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 ക്യൂബ് ആണ്. അപ്പൊ T2 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R2 ക്യൂബ്, അതുമാതിരി T1 സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R1 ക്യൂബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ പറഞ്ഞിട്ട് ബാക്കി പറയാൻ വേണ്ടിട്ടാ. ആ സ്റ്റെപ്പ് ഇപ്പൊ ഏരിയ സ്റ്റെപ്പ് മനസ്സിലായിട്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ T2 ഡിവൈഡഡ് ബൈ T1 24 തന്നിട്ടുണ്ട്. T1 എത്രയാണ്? 24 ആണ് തന്നിട്ടുണ്ട്. അതായത് T1 24. അപ്പൊ T1 24 കൊടുക്കുക. ഇനി ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഇവിടെ ഉണ്ടാകും ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R2 എത്ര? R2 എന്ന് പറഞ്ഞാൽ 3R അല്ലേ? R2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3R ആണ് കേട്ടോ. R2 എന്ന് പറഞ്ഞാൽ 3R ആണ്. R2 3R. ക്ലാസ് എപ്പോഴാ തുടങ്ങിയെന്നോ? ക്ലാസ് നമ്മൾ 5:30 തുടങ്ങിയല്ലോ. അടിപൊളി ക്ലാസ് ആണ് ഞങ്ങള്. അല്ലടാ, നമ്മൾ അടിപൊളി ക്ലാസ് അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്ക. ക്ലാസ് എങ്ങനെ പറഞ്ഞു കൊടുത്താ ജീവന്? ഓക്കെ, നമ്മൾ 5:30 തുടങ്ങിയാണ് കേട്ടോ. ടൈം ടേബിൾ 5:30 നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. എടാ R2 എത്ര? സൂപ്പർ ആയി. ഓക്കെ, R2 എത്രയാടാ? 3R ആണ് അല്ലേ? R2 3R ആണ്. എടാ നോക്കൂ, R2 3R ആണ്. R1 എത്ര? 6R. R1 എത്രയാണ്? 6R. അപ്പൊ R1 പകരം ഞാൻ അവിടെ എന്താ കൊടുക്കേണ്ടതാ? 6R ആണ് കൊടുക്കേണ്ടത്. ഇനി അതിനെ ക്യൂബ് ചെയ്യണം. പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ആറും ക്യാൻസൽ ചെയ്തു. ആറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എന്തുണ്ട്? T2 ഡിവൈഡഡ് ബൈ 24 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എടാ 3/6 എന്ന് പറഞ്ഞാൽ 1/2. 3/6 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. 1/2 ഞാൻ അങ്ങോട്ട് ക്യൂബ് ചെയ്യണം. ക്യൂബ് ചെയ്യണം. അപ്പൊ എന്ത് വരും? T2/24 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, എടാ 1ന്റെ ക്യൂബ് 1 തന്നെയാണ്. 2ന്റെ ക്യൂബ് 8 ആണ്. 2ന്റെ ക്യൂബ് എന്താണ്? 8. 2ന്റെ ക്യൂബ് 8 അല്ലെ? അപ്പൊ ഇപ്പുറത്തുള്ളത് T2/24 ഹോൾ സ്ക്വയർ, അപ്പുറത്ത് 1/8. അങ്ങനെയാണെങ്കിൽ T2/24 is equal to root of 1/8 എന്ന് എഴുതാൻ പറ്റും അല്ലെ? ഇതിന് എനിക്ക് 1/, എടാ √8 ഞാൻ 4 into √2 4 into 2 എഴുതട്ടെ. √8 ഞാൻ എന്ത് ചെയ്തു? 4 into 2 എഴുതി അല്ലെ? അപ്പൊ T2/24 is equal to 1/, എടാ √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ എന്തുണ്ടാവുക? √2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2. T2 is equal to 24 അങ്ങോട്ട് പോട്ടെ. അപ്പൊ 24/2 √2 എന്ന് വരും. 24/2 √2. 24/2 എന്ന് പറഞ്ഞാൽ എത്ര? 24/2 എന്ന് പറഞ്ഞാൽ 12. അപ്പോ 12/√2 എന്ന് വരും. 12/√2. പക്ഷെ അങ്ങനത്തെ ഒരു ആൻസർ അതിലില്ല. 12/√2 എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ അതിലില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാന് താഴെ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മേലെയും ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇല്ല ഹവറിനെ മിനിറ്റുകൊന്നും മാറ്റണ്ട. നമുക്കിവിടെ റിലേറ്റ് ചെയ്യാനല്ലടാ. എന്തുകൊണ്ടാ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാന് താഴെ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മേലെ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ താഴെ √2 into √2 2 വരും. അല്ലെ? അപ്പൊ 12 √2 ഡിവൈഡഡ് ബൈ 2 വരും. 12/2 എന്ന് പറഞ്ഞാൽ എത്ര? 6. അപ്പൊ 6 √2 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻസർ എന്തായി? 6 √2. ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇമോജി കത്തിച്ചേ. ഓക്കെ, ഇനി നേരത്തെ ഒരു കുട്ടി ചോദിച്ച ഡൗട്ട്, സർ ഇവിടെ ഹവറിനെ മിനിറ്റിക്ക് മാറ്റണ്ടേ? കാരണം ടൈമിന്റെ എന്തിനാ മിനിറ്റിക്ക് മാറ്റണേ? സെക്കൻഡിക്കല്ലട മാറ്റാ. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് അല്ലേ? നിങ്ങൾ മിനിറ്റിക്കും മാറ്റണ്ട, സെക്കൻഡിക്കും മാറ്റണ്ട. കാരണം എന്താ അറിയോ? എടാ ഞാൻ ഇവിടെ ചെയ്തത് നോക്കാം. T2 ഡിവൈഡഡ് ബൈ T1 അല്ലേ ചെയ്തത്? ഞാൻ മേലെ മിനിറ്റിക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ മിനിറ്റിക്ക് മാറ്റൂലേ? അപ്പൊ ഇത് രണ്ടും എന്തായാലും ക്യാൻസൽ ആയി പോകൂലേ?
ഞാൻ മേലെ സെക്കൻഡിക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ സെക്കൻഡിക്ക് മാറ്റൂലേ, അപ്പൊ അതെന്തായാലും ക്യാൻസൽ ആയി പോകൂലേ. അപ്പൊ വെറുതെ മിനിറ്റുക്കും സെക്കൻഡിക്കും മാറ്റിയിട്ട് നമ്മൾ സമയം കളയണോ? നമ്മൾ സമയം കളയണ്ട. അവിടെ കെപ്ലറിന്റെ തേർഡിലെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാല് നിങ്ങൾ അതിനെ മിനിറ്റുക്ക് ഒന്നും മാറ്റാൻ നിൽക്കണ്ടോ, തന്ന മാരം അങ്ങോട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണെങ്കിൽ ലൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് വിത്തിൻ 2 minutes അതിന്റെ ആൻസർ തരണം. ആ ക്വസ്റ്റ്യൻ അപ്പാണ് കാണിച്ചു തരുമ്പോ നിങ്ങൾ അതിന്റെ ആൻസർ യെസ്. 9th ക്വസ്റ്റ്യൻ നോക്കിക്കോ. 9th ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യുക. 9th ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാം. 9th ക്വസ്റ്റ്യൻ കേട്ടോ, പെട്ടെന്ന് നോക്കിയിട്ട് ആൻസർ. ഓക്കെ, ആനി എന്നോട് ഒരു സ്റ്റുഡന്റ് 2 എന്നാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. 2 അല്ല ആൻസർ. ഒന്നുകൂടെ നോക്കി നോക്കാം, എവിടെയോ പാളിയുണ്ട്. പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ, പെട്ടെന്ന്. നമുക്ക് 5 മിനിറ്റ് കൂടെ ഉള്ള ക്ലാസ്. 5 മിനിറ്റിനുള്ളിൽ 5 മിനിറ്റിന് മേലെ കമന്റ് ചെയ്യണം. ഓക്കെ, 3 എന്നാണ് ആൻസർ. ഓപ്ഷൻ 3 എന്നാണോ അതോ ആൻസർ 3 എന്നാണ്? ഓപ്ഷൻ പറഞ്ഞാൽ മതി. ABCD എന്ന് കമന്റ് ചെയ്താൽ മതി. ABCD. ഡി. എടാ ഡി അല്ലല്ല, അൽ അമീൻ. ഡി അല്ലല്ലടാ, എ. യെസ്, വെരി ഗുഡ്. പാർത്ത് കമന്റ് ചെയ്ത എ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കി നോക്കാം. കിട്ടാത്തവരൊന്നും ബേജാറാവണ്ട, നോക്കിക്കോ. ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് എ around the sun is 8 times that of B. എന്ന് വെച്ചാല് എന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാല് ബിന്റെ ടൈം പീരീഡിന്റെ 8 ടൈംസ് ആണ്. എന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാല് ബിന്റെ ടൈം പീരീഡിന്റെ 8 ടൈംസ് ആണ്. എന്ന് വെച്ചാല് എന്റെ ടൈം പീരീഡ് ഈക്വൽ ടു 8 ടൈംസ് ഓഫ് ബിന്റെ ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എന്റെ ഡിസ്റ്റൻസ് ബിന്റെ ഡിസ്റ്റൻസിന്റെ എത്ര ടൈംസ് ആണെന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ എന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് ബിന്റെ ഡിസ്റ്റൻസിന്റെ എത്ര ടൈം ആണെന്നാണ് ചോദ്യം അല്ലെ. ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത് എന്താ? മ്യൂട്ട് ചെയ്യണം കേട്ടോ, പ്ലീസ് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞത് എന്താ? Wait. ഓക്കെ, ഇപ്പൊ വരും കേട്ടോ, ഇപ്പൊ വരും. ക്ലിയർ ആണോ? ബോർഡ് ക്ലിയർ ആണെന്ന് പറഞ്ഞോ. അതിനടുപ്പിന്റെ സ്ക്രീൻ കട്ടായി പോയതാണ്. ബോർഡ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണം. വൈറ്റ് ബോർഡ് ക്ലിയർ ആയാൽ മതി നിങ്ങൾക്ക്. ക്ലിയർ ആണല്ലേ? ഇപ്പൊ എന്താ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോ? എന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 8 ടൈംസ് ഓഫ് ബിന്റെ ടൈം പീരീഡ് ആണ്. അതിൽ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് എന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 8 ടൈംസ് ഓഫ് ബിന്റെ ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ ഇതേപോലെ തന്നെ ചെയ്തല്ലേ,
ടി എ ബൈ ടി ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ കെപ്ലറിന്റെ തേർഡിൽ എഴുതിയ പോലെ തന്നെ അല്ലെ, ടി എ ബൈ ടി ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും അല്ലെ. എടാ ടി എ പകരം 8 dB എന്ന് കൊടുക്കട്ടെ, ടി എ പകരം 8 dB എന്ന് കൊടുക്കട്ടെ, ടി എ പകരം 8 dB എന്ന് കൊടുക്കാണ് കേട്ടോ. ടി എ പകരം കൊടുക്കാം 8 TB ഡിവൈഡഡ് ബൈ ടി ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി ഹോൾ ക്യൂബ്, ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി ഹോൾ ക്യൂബ്. അപ്പൊ നോക്കിക്കോ മക്കളെ, നോക്കിക്കോ, ടി ബി ഇവിടെ ക്യാൻസൽ ചെയ്തു, ടി ബി ഇവിടെ ക്യാൻസൽ ചെയ്താല് പിന്നെ 8ന്റെ സ്ക്വയർ ഉണ്ടാവുക, 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പൊ 64 ഇസ് ഈക്വൽ ടു ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബിന് വരും, ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബിന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ എ ബൈ ആർ ബി ആണ് എനിക്ക് വേണ്ടത്. ആർ എ ബൈ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ എ ബൈ ആർ ബി എന്ന് പറഞ്ഞാല് 64ന്റെ ക്യൂബ് റൂട്ട് എടുക്കണം, 64ന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. നോക്കിയാ, ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബ് ആണ് 64. അപ്പൊ ആർ എ ബൈ ആർ ബി എത്ര? 64 = 1/3 മീൻസ് 64ന്റെ ക്യൂബ് റൂട്ട്. കാരണം 64ന്റെ ക്യൂബ് റൂട്ട് 4 ആണ്. കാരണം 4 × 4 × 4 അല്ലേ 64 അല്ലെ, 4 × 4 × 4 ആണ് 64. അതിനർത്ഥം 64ന്റെ ക്യൂബ് റൂട്ട് ആണ് എന്ത് 4 എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു ആർ എ ബൈ ആർ ബി. അങ്ങനെയാണെങ്കിൽ ആർ എ ഇസ് ഈക്വൽ ടു 4 × ആർ ബി, ആർ എ ഇസ് ഈക്വൽ ടു 4 × ആർ ബി. അപ്പൊ നമ്മൾ ആൻസർ എന്താടാ? 4 ആണ് നമ്മൾ ആൻസർ കേട്ടോ, 4 ആണ് നമ്മൾ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ലൈക്ക്, ക്ലിയർ ആണെങ്കിൽ ലൈക്ക്. 4 എന്നാണ് ആൻസർ വരിക കേട്ടോ. എത്ര ടൈംസ് കൂടുതലാണെന്നാ ചോദ്യം? 4 ടൈംസ് കൂടുതലാണ്. എത്ര ടൈംസ് കൂടുതലാണെന്ന് ചോദ്യം? 4 ടൈംസ് കൂടുതലാണ്. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഐക്കോൺ ആക്കിയിട്ടോ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് ലെഫ്റ്റ് അടിക്കാം. താങ്ക് യു. എന്റെ പേര് സഫ്വാൻ എന്നാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. നോട്ട്സ് ഉണ്ട് കേട്ടോ, നോട്ട്സ് ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ, ഡോണ്ട് വറി. താങ്ക് യു, താങ്ക് യു. ഇല്ല, ഫുൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ എടുക്കാണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.